രംഗം 2. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 3 മുതൽ 50 വരെയുള്ള തിരുവചനം. ശിമയോന്റെ വീട്ടിലെ അത്താഴ വിരുന്ന്. ശിമയോന്റെ വീട്ടിലെ അത്താഴ വിരുന്നിന് യേശുദേവൻ വരുന്നുണ്ടെന്നറിഞ്ഞ് മഗ്ദലന മറിയം അങ്ങോട്ട് തിരിച്ചു. ശിമയോന്റെ വീട്ടിലെ രംഗം. ജോലിക്കാർ വീട് അലങ്കരിക്കുന്നു, തോരണങ്ങൾ ചാർത്തുന്നു, നക്ഷത്രവിളക്കുകൾ തൂക്കുന്നു. ശിമയോന്റെ ആഡംബര ജീവിതത്തിനനുസരിച്ച് മേശമേൽ വെള്ളിപ്പാത്രം, സ്വർണ്ണക്കപ്പുകൾ എന്നിവ നിരത്തുന്നു. വിലയേറിയ വീഞ്ഞും വിഭവങ്ങളും ഒരുക്കി വയ്ക്കുന്നു. ശിമയോന്റെ കൊട്ടാരവാതിൽക്കൽ സുന്ദരിയായ മഗ്ദലന മറിയം എത്തുന്നു. അവൾ പണ്ടത്തെ മഗ്ദലന മറിയമല്ല. ആദ്യമായി യേശുവിനെ കണ്ടതിൽ പിന്നെ അവളുടെ ജീവിതമാകെ മാറിമറിഞ്ഞു. പഴയ ജീവിതം അവൾ അവസാനിപ്പിച്ചു. അവളിപ്പോൾ യേശുവിൻ്റെ പാതയിൽ ജീവിതം തുടരുന്നു. അവളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അവൾ അനുഭവിച്ചറിയുന്നു. അവളുടെ ജീവിതത്തെ അടിമുടി മാറ്റിയ ആ ഗുരുവിനെ ഒരു നോക്ക് കാണുവാനും നന്ദി പറയുവാനുമാണ് ഇന്നവൾ അവിടെ വന്നിരിക്കുന്നത്. ശിമയോൻ അവളെ കാണുമ്പോൾ നെറ്റിച്ചുളിക്കുന്നു. ഈ അഭിസാരിയയ്ക്ക് എൻ്റെ വീട്ടിലെന്ത് കാര്യം എന്നയാൾ മനസ്സിലോർത്തു. അവളെ പുറത്താക്കാൻ അയാൾ ആഗ്രഹിച്ചു. എങ്കിലും അതിന് കഴിയുന്നില്ല. ഏതോ ഒരു അദൃശ്യശക്തി അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. സുഗന്ധതൈലം മാറോടണച്ചവൾ മന്ദം നടന്നു. കൈയിൽ കരുതിയ സുഗന്ധതൈലം മാറോടണച്ചവൾ മന്ദം നടന്നു. ശമയോന്റെ
കൊണ്ട് തോർത്തിത്തുടച്ചു. തൂകിയ കാലിലും മൂർധാവിലും, തൂകിയ കാലിലും മൂർധാവിലും താൻ കൊണ്ടുവന്ന സുഗന്ധതൈലം, സുഗന്ധതൈലം, സുഗന്ധതൈലം. മറിയമേ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ നിരവധി പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക. എന്നെ സ്മരിക്കുകയും എൻ്റെ പാദങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവരിലും വസിക്കും. ആസക്തി വെടിഞ്ഞ് നിസ്വാർത്ഥമായി ജീവിതം നയിക്കുക. ഞാൻ കൂടെയുള്ളപ്പോൾ ഈ ലോകത്തിൽ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചു ഭയപ്പെടേണ്ടതില്ല. നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ. സ്വർഗസ്ഥനായ പിതാവ് ഇപ്പോഴും എപ്പോഴും നിന്റെ കൂടെയുണ്ട്. അനന്തരം ശിമയോനോട് അവൻ പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ പ്രവേശിച്ചു. നീ എന്നെ ആലിംഗനം ചെയ്തില്ല. കാലുകൾ കഴുകുവാൻ വെള്ളം തന്നില്ല. എൻ്റെ മൂർധാവിലും കാലിലും സുഗന്ധം പുരട്ടിയില്ല. ഇതെല്ലാം പാപിനിയായ ഇവൾ ചെയ്തു. നിന്റെ അഹങ്കാരം അതിന് സമ്മതിച്ചില്ല. വിനയമുള്ളവനാകുക. എല്ലാവരെയും സ്നേഹിക്കുക. ഉൾക്കൊള്ളുക. പണം ശാശ്വതമല്ല. ഇന്നത്തെ നിന്റെ ഈ സ്വത്തുക്കളെല്ലാം നാളെ മറ്റുള്ളവരുടേതാകും. അതാണ് ലോകനീതി. നന്മ ചെയ്ത് ജീവിതം നയിക്കുക. നന്നായി വരട്ടെ. എൻ്റെ അനുഗ്രഹം കൂടെയുണ്ട്. ഇത്രയും പറഞ്ഞ് അവൻ വേറൊരു സ്ഥലത്തേക്ക് യാത്രയായി. മഗ്ദലന മറിയം വളരെ സന്തോഷത്തോടെ ശിമയോൻ്റെ വീട്ടിൽ നിന്നും മടങ്ങി. പെട്ടെന്ന് അവൾക്ക് ഒരു ദൈവവിളിയുണ്ടായി. ഇനിയുള്ള കാലം എനിക്ക് യേശുവിനോടും ശിഷ്യന്മാരോടുമൊപ്പം സഞ്ചരിക്കണം. ഈ ലോകത്തിലെ സുഖസംവിധാനങ്ങൾ എനിക്ക് വേണ്ട. യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോഴുള്ള ആ ശാന്തി എനിക്ക് വേണം. എൻ്റെ ആത്മാവിൻ്റെ ഭോജനം അവനിൽ കൂടിയാണ്. എൻ്റെ ജീവിതം ദൈവം നയിക്കും.